സാധാരണ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ട്രാഫിക്കൊക്കെ വർക്ക് ചെയ്ത് അങ്ങനെ വന്ന് കയറി ആൾ എസ് ഐ ആയ ആളാണ് അയാൾ. അവസാനം ഈ പറഞ്ഞ ജോലി ഇടയ്ക്ക് വെച്ച് അത് നിർത്തി അയാൾ കംപ്ലീറ്റ് മോട്ടിവേഷൻ കാര്യം ലക്ഷങ്ങൾ പ്രതിഫലമായിരിക്കുന്ന ആളാണ് പുള്ളി. അതാണ് സുഖം, എൻജോയ്മെൻറ്റ്. ഇങ്ങനെ വെറുതെ ഇങ്ങനെ കയ്യിൽ നിന്ന് എടുത്തിടാറ് നമ്മൾ വിശ്വസിക്കും. നമ്മൾ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണല്ലോ അല്ലേ. എന്തിലൊക്കെ ചാരിറ്റിയോ വലിയ പ്രഭാഷണം നടത്തി നമ്മൾ അവർ വിശ്വസിക്കുക. അതാണ് മലയാളികൾ, വിദ്യാഭ്യാസമുള്ള മലയാളികളെ. ഈ തമാശയായിട്ട് ഒരാൾ പറഞ്ഞ പോലെ റോട്ടിൽ കിടക്കുന്ന 10 രൂപ തിരിച്ചു കൊടുത്ത് മാതൃകയായെന്ന് പറഞ്ഞ് ഫോട്ടോ എടുത്തിരുന്നൊരു കാലഘട്ടമാണ് ഇപ്പം. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആ ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഇടയിൽ കുറച്ച് സ്വാധീനം ഉണ്ടാക്കാൻ പറ്റും. ഇയാൾ ഭയങ്കര എല്ലാം അറിയാവുന്ന ആളാണ്, എല്ലാവരും ഒരുപോലെ പെരുമാറുന്ന ഒരാളാണ്, അപ്പോൾ ഇയാൾ വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിച്ചായിരിക്കാം ഈ ഉമ്മയും ഉപ്പയും ഈ കുട്ടിയെ 16 വയസ്സുള്ള മാനസിക പ്രശ്നമുള്ള ശാരീരികമായ ബലഹീനതയുള്ള കുട്ടിയെ ഇയാളെ അവർ വീട്ടിൽ കൊണ്ടുപോയി നിർത്തി. വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഭാര്യ പോലും ഇല്ല, ചിന്തിക്കണം, ഭാര്യ പോലും ഇല്ല, മക്കളില്ല എന്ന് കേൾക്കേണ്ടത് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. അമ്മയുണ്ട്, അമ്മ സൂല്ലാത്ത അമ്മയെ നോക്കാൻ പാലിയേറ്റീവ് കേർ അങ്ങനത്തെ കുറേ ആളുണ്ട് അവിടെ. കുട്ടിയുടെ ഡീറ്റെയിൽ ഒന്നും കൊടുക്കാണ്ട് പോലീസ് ഓഫീസർ നടത്തി ചർച്ചയൊന്നുമില്ല, നേരെ കൊണ്ടുപോയി മോശമായി ക്രൂരമായ കുട്ടിയെ പീഡിപ്പിച്ചു.